അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു കൂന്തൽ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഏകദേശം 1/2 കിലോ കൂന്തൽ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റിന് വേണ്ടി ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള, തക്കാളി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കോളും. അങ്ങനെ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എപ്പോഴും കുറച്ച് സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കോളും. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. അത് ഞാനൊരു വെറും 1/2 ടീസ്പൂൺ അളവിൽ മാത്രമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂന്തൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂന്തൾ ചേർത്തതിന് ശേഷം നല്ലപോലെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യൊന്നും വേണ്ട. ഇനി നമുക്ക് കുറച്ച് ചാറ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഈ കൂന്തളിൽ നിന്ന് തന്നെ നമുക്ക് ഇറങ്ങി കിട്ടിക്കോളും. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെയും എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അസ്സലാമു അലൈക്കും.